ലോകത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വിടവാങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു: അണിഞ്ഞ് ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ഹേ മനുഷ്യ, നീ നിഷ്കളങ്കനായിരിക്കുക. പോരാട്ടത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടാലും പോരാട്ടം നിർത്തരുത്. ഒരു കൈയേ ഉള്ളുവെങ്കിലും നിർത്തരുത് നിന്റെ പോരാട്ടം. കളങ്കലേശമെന്നെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുക. അണിഞ്ഞൊരുങ്ങിയാലും ഇല്ലെങ്കിലും ഹേ മനുഷ്യ, നീ നിഷ്കളങ്കനായിരിക്കുക. സുവിശേഷ പ്രസംഗ സംഘം ചോദിക്കുന്നു, നീ എവിടെയാണ്? മോശയോട് ചോദിച്ചാൽ കഥാനായകൻ പറയും, ഞാങ്ങണപ്പെട്ടിയിൽ ഞാങ്ങളുടെ നൈൽ നദിയിലാണ്. നിന്റെ സഹോദരങ്ങൾ എവിടെയാണ്? അമ്മ വീട്ടിലാണ്. പെങ്ങൾ ഇതിനടുത്ത് തന്നെ. എനിക്കെന്ന് സംഭവിക്കും എന്നുള്ള ആശങ്കയിൽ നിൽപ്പുണ്ട്. മോശയെ, നീ എവിടെയാണ്? കുറെ കഴിയുമ്പോൾ മോശ പാലസിലാണ്. ഫറവന്റെ പുത്രി എടുത്തുകൊണ്ട് പോയതാണ്. അത് കഴിയുമ്പോൾ മോശ എവിടെയാണ്? മിദ്യാനുടെ ഇത്രോവിന്റെ അമ്മായിയപ്പന്റെ കുറച്ച് ആടുകളെ പോറ്റിക്കൊണ്ട് നടക്കുന്നു. ക്രോളിംഗ് ഇൻ ദ ഡെസേർട്ട്. പാലസിൽ നിന്ന്, കൊടുമുടിയിൽ നിന്ന് താഴേക്കുള്ള ഒരു പതനം തന്നെയാണത്. മോശെ, നീ എവിടെയാണ്? ഇതാ ഞാൻ സീനായി പർവ്വതത്തിൽ കയറുന്നു. ജനങ്ങൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുന്നതിന്, അവർക്ക് നിയമ ഉപദേശം നൽകുന്നതിന് ഇതാ ദൈവം വിളിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളുമായി ഞാൻ മടങ്ങും. മോശെ, നീ എവിടെയാണ്? ഞാൻ മധ്യസ്ഥനാണ്. ഇനിയും ചോദിച്ചാൽ മോശ പറയും, ദീർഘവർഷങ്ങൾ താലോലിച്ച സ്വപ്നങ്ങൾ പൊലിഞ്ഞ പോലെ തോന്നുന്നു. മോസസ് ദ ഫെയിലിയർ. മോശെ, നീ എവിടെയാണ്? ഞാൻ നീബോ പർവ്വതത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ എൻ്റെ കൂടെയുള്ള ആളുകളെ അവിടെ പ്രവേശിപ്പിക്കും. ആ രാജ്യത്തെ കണ്ണിമ്പിക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മോശെ, നീ എവിടെ? ഈ ലോകത്തിൽ ചിലർക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ്. അതുപോലെ ഭാഗ്യമുള്ളവർക്ക് ദൈവം മോശയെ അടക്കുന്നു. മത്സരിക്കുകയാണ് ഈ ബിഷപ്പന്മാരുടെ നമ്പർ കൂട്ടാൻ ശവസംസ്കാരത്തിന്. എവിടെ നിന്നെല്ലാം കിട്ടും അവിടെ നിന്നെല്ലാം കൊണ്ടുവരികയാണ്. മോശയെ ദൈവം അടക്കിക്കും. ലാസറിനെ ദൈവദൂതന്മാരുടെ എസ്കോർട്ടോടുകൂടെ അവന്റെ അടക്കം നടക്കുന്നു. നീ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണ്? നൈൽ നദിയിൽ ക്രൂയിസിന് പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിസ്സഹായനായ ഞാങ്ങണപ്പെട്ടകത്തിൽ ഞാങ്ങടയുടെ ഇടയിൽ നദിയിൽ ഒഴുക്കിയ മോശയെ ഞാൻ ഓർത്തു. നിസ്സഹായനാണ്. എല്ലാ രക്ഷകരും നിസ്സഹായരാണെന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിനേക്കാൾ ജനിച്ചപ്പോൾ നിസ്സഹായനായ ഒരു കുട്ടി ഈ ലോകത്തിൽ വേറെ ആരുമില്ല. എന്നാൽ ഈ പെട്ടകം അത്തരത്തിലാക്കിയതിന് പിന്നിൽ കഠിനാധ്വാനമുണ്ട്. ഞാങ്ങണയായാൽ പെട്ടകമാകില്ല. അവർ സ്നേഹത്തോടെ മറിയം സഹോദരിയും അമ്മയും പ്രിയപ്പെട്ടവരും ചേർന്ന് ആ പെട്ടകമുണ്ടാക്കുകയാണ്. സ്നേഹമെന്ന ആ വികാര വായ്പ കൊണ്ട്, അതാണ് കീല്, അതെല്ലാം പൂശുകയാണ്. വെള്ളം കയറാൻ പാടില്ല. ഒടുവിൽ അതിൻ്റെ മൂടി വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ശോശപ്പയിട്ട കുഞ്ഞിൻ്റെ മുഖം മറച്ചതുപോലെയുള്ള പ്രതീതിയാണ്. ഒന്നുകിൽ ജീവിക്കും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നൈൽ നദിയിൽ ഒടുങ്ങിപ്പോകും. എന്നാൽ ആവധി ചെയ്യുക, ജീവിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക. അമ്മയും പെങ്ങളും അത് ചെയ്തു കഴിഞ്ഞു. They launched this Hebrew baby into the troubled waters of the heathen land. In that way, believing parents can introduce their infants to the still more perilous waters of modern society. ഇന്നത്തെ സമൂഹം എങ്ങനെയാണെന്ന് ചെറിയ അളവിൽ മനസ്സിലായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഈ വാക്യം തന്നെ അങ്ങനാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ നിഷ്ഠൂര കരങ്ങൾ ബലിഷ്ഠമാണ്. ഒരടി അടിച്ചാൽ പോയത് തന്നെ കേസ്. അവനത് ചെയ്ത് മണലിൽ മറവ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക. നോക്കേണ്ടടുത്ത് നോക്കുന്നില്ല. ഈ കൺവെൻഷൻ എന്തിനാണ്? നോക്കേണ്ടവനെ കാണേണ്ടവനെ കാണാത്ത ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ലെന്ന് കണ്ടാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകൾ എന്തും ചെയ്തൊപ്പിക്കും. എന്തൊരു കഷ്ടമാണിത്.
ഇതാണോ നമ്മുടെ വാല്യൂ സിസ്റ്റം? ഏതായാലും അവരുടെ സർവേ കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ നല്ല ആളുകൾ പ്രതികരിച്ചു. അതൊരു ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം ലീഡിങ് ആർട്ടിക്കിൾ. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഭയപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആശങ്കാജനകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരുന്ന സമ്മർദ്ദം, സാഹചര്യവും ഭയങ്കരമാണ്. അത് കഴിഞ്ഞ് പറയുകയാണ്, ഞാൻ റാന്നിയിൽ നിന്ന് വരുന്നത്, എനിക്ക് ഈ കുഴൂർ വഴി കോഴഞ്ചേരി വഴി ഇവിടെ വരാം. അതുപോലാണ് അടുത്ത പാരഗ്രാഫ്. മദ്യപാനത്തിൽ തുടങ്ങി ലഹരി മരുന്നിലൂടെ പിന്നെ അങ്ങോട്ട് പോകും, ലൈംഗിക അരാജകത്വത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും കുഞ്ഞുങ്ങൾ നീങ്ങുന്നു. അവരെ അത്തരത്തിൽ വീഴിക്കാൻ കറുത്ത ശക്തികൾ സജീവമായി പ്രവർത്തിക്കുന്നു. മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ മുൻ വൈസ് ചാൻസലർ പറഞ്ഞ പോലെ കൊടുമുടിയിൽ നിന്നവരുടെ ജീവിതം അഗാധമായ ഗർത്തത്തിലേക്ക് പതിഞ്ഞു കഴിഞ്ഞിരിക്കും. കല്യാണാലോചനയ്ക്ക് ചെന്നാൽ, എൻ്റെ കുഞ്ഞ് വിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ പിന്നെ ഇവളാ. അവര് സത്യമാണ്, അവരൊന്നും അറിഞ്ഞില്ല. എങ്ങാണ്ടോ പഠിക്കാൻ പോയി, ആ കുട്ടി ഏത് വഴിയാ പോയെന്ന് അവർക്ക് പിടിയില്ല. വിശുദ്ധ കന്യാമറിയമിൻ്റെ അനിയത്തിയാണെന്നാ പറയുന്നത്. എൻ്റെ മോനും അത് തന്നെ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വളരെ കുട്ടികൾ വിവാഹം കഴിക്കാതെ നമ്മുടെ ഭദ്രാസൻ തന്നെയുണ്ട്. നോർത്ത് അമേരിക്കൻ ഡയസിസിൽ തന്നെ അവർക്ക് വേണ്ട എന്ന് തന്നെ വെച്ചവരുണ്ട്. എന്ത് ചെയ്യും? ഇതെന്തൊരു അവസ്ഥയാണ്? നീ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണ്? മോശ എന്ന പൈതൽ 3 മാസം ഒളിപ്പിച്ചു, ഇനിയും രക്ഷയില്ല. നദിയിൽ ഒഴുക്കിക്കളയാം, ഒടുങ്ങട്ടെ എന്നല്ല. They did their level best to give a proper protection to that infant babe. അവരാലാവത് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളെ, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടോ? മനോരമയുടെ തലക്കെട്ട് ഇതായിരുന്നു: വാടരുത് ഈ മലരുകൾ, വാടരുത് ഈ മലരുകൾ.